ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലായ്പ്പോഴും എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആയിരിക്കുവാനായി വിളിക്കപ്പെട്ട ഒരു ജനമാണ് നാം ഓരോരുത്തരും. എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിയാതെ വണ്ണം സൗരഭ്യവാസനയ്ക്ക് പകരം മറ്റു പലതുമായി നാം താണു പോകുന്നു അല്ലെങ്കിൽ തകർന്നു പോകുന്നു എന്ന ഒരു സത്യം നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസനയും ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുമായി തീരുവാനായിട്ടാണ് നമ്മളെ ഇന്ന് ആക്കി വച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവ മണത്ത സൗരഭ്യ വാസനയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 8:21 പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയം യഹോവ മണത്ത സൗരഭ്യവാസന എന്നാണ്. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യഹോവ സൗരഭ്യവാസന മണത്തതായി എഴുതി വയ്ക്കുന്നുണ്ട്. ഒരു ഉന്മൂലനാശത്തിലൂടെ ലോകത്തെ മുഴുവൻ ജലപ്രളയത്തിൽ ദൈവം തൻ്റെ കോപത്തിൽ നശിപ്പിക്കുന്നതിൻ്റെ തുടർച്ചയെന്നോണം പെട്ടകത്തിന് പുറത്തു വരുന്ന നോഹയും കുടുംബവും ഒരു യാഗപീഠം പണിഞ്ഞ് ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ അറുക്കപ്പെട്ട യാഗമൃഗം കത്തുമ്പോഴുണ്ടാകുന്ന സൗരഭ്യവാസന യഹോവ മണത്തതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹയുടെ ജീവിതത്തിൽ ഉടനീളം നാം നോക്കിയാൽ നോഹയോട് ദൈവം പറഞ്ഞത് ഒക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ നോഹ ചെയ്തു എന്നാണ്. ഒരു പെട്ടകം തീർക്കുവാനായിട്ട്, അതായത് മഹാജലപ്രളയം വന്നിട്ട് അത് ഭൂമിയിൽ മനുഷ്യൻ്റെ വഷളത്വം പെരുകി തുടങ്ങിയപ്പോൾ വെച്ചു പൊറപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ദൈവം ഒരു മഹാപ്രളയത്തിലൂടെ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ നീതി ലഭിച്ച നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറയുന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ പെട്ടകം പണിയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 7-6 അധ്യായങ്ങളിൽ ഇത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പെട്ടകം പണിഞ്ഞതിന് ശേഷം 7-ാം അധ്യായത്തിൽ നോഹയോട് പറയുന്നുണ്ട്, നീ സർവ്വ കുടുംബവുമായി അതിൽ കയറുക. അതിനകത്ത് സർവ്വ പക്ഷികളിൽ നിന്നും മൃഗാദികളിൽ നിന്നും 2 വീതവും ശുദ്ധിയുള്ളതിൽ നിന്ന് 7 വീതവും അതിനകത്ത് കയറ്റുവാനും ആവശ്യപ്പെടുന്നുണ്ട്. അപ്രകാരം അവിടെ ഒക്കെയും ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. 40 രാവും പകലും മഴ പെയ്ത് ഭൂമിയിൽ ഉന്മൂലനാശമുണ്ടായി. പെട്ടകത്തിനകത്ത് സുഖമായിരുന്ന നോഹയും കുടുംബവും 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവം നോഹയോട് കൽപ്പിക്കുന്നു, നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രൻ്റെ ഭാര്യമാരും പെട്ടകത്തിന് പുറത്തു വരിക. മഴയൊക്കെയും നിന്ന് വെള്ളം താന്നതിന് ശേഷം ദൈവം നോഹയോട് പറയുകയാണ്, നിങ്ങൾ കുടുംബമായി പെട്ടകത്തിന് പുറത്തു വരിക. അതിനുശേഷം 17-ാം വാക്യത്തിൽ പറയുന്നു, നീ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പക്ഷി മൃഗാദികളെയും പുറത്തു കൊണ്ടുവരിക. ഇത് രണ്ടും വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവം നോഹയോട് കൽപ്പിച്ച 2 കാര്യങ്ങളാണ്. എന്നാൽ അവിടെ നാം നോക്കുമ്പോൾ പെട്ടകത്തിന് പുറത്തു വന്ന നോഹ ദൈവം കൽപ്പിക്കാത്ത അതിമഹത്തായ മറ്റൊരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നോഹയോട്, നീ ഒരു യാഗപീഠം പണിഞ്ഞ് എനിക്കൊരു യാഗം അർപ്പിക്കുക എന്ന് 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലൊന്നും പറയുന്നില്ല. എന്നാൽ പെട്ടകത്തിന് പുറത്ത് വന്ന നോഹ 20-ാം വാക്യം 8:20 നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. തുടച്ചു നീക്കപ്പെട്ട ഭൂമിയിൽ, ആശിക്കുവാനും പ്രതീക്ഷിക്കുവാനും ഒന്നുമില്ലാത്ത ഭൂമിയിലേക്ക് നോഹയും കുടുംബവും ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടാതെ തന്നെ നോഹ ഒരു യാഗപീഠം പണിയുകയാണ്. എന്തായിരിക്കും നോഹയുടെ യാഗപീഠത്തിൻ്റെ പുറകിലുള്ള മനോവികാരം? ഒരു സമൂഹം മുഴുവൻ തുടച്ചു മാറ്റപ്പെട്ടപ്പോഴും തന്നെയും കുടുംബത്തെയും ക്ഷേമമായി ഭൂമിയിൽ നിലനിർത്തിയ ദൈവത്തെക്കുറിച്ച് ഓർത്തപ്പോൾ നന്ദി കരയറ്റുവാനായിട്ടാണ് നോഹ യാഗപീഠം പണിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിലും നമ്മെ ഇത്രത്തോളം ക്ഷേമമായി സമാധാനമായി ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ജീവനുള്ള ദേഹിയായി ശേഷിപ്പിക്കുമ്പോൾ നാം യാഗപീഠം പണിയേണ്ടത് എത്ര അത്യാവശ്യമായിരിക്കുന്നു. ഈ യാഗപീഠം
പണിഞ്ഞ് അതിനകത്ത് ശുദ്ധിയുള്ള മൃഗങ്ങളെ എടുത്തു വെച്ചാണ് യാഗം കഴിക്കുന്നത്. അവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയ നടത്തിപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 7:3-2 വാക്യങ്ങളിലൊക്കെയും ശുദ്ധിയില്ലാത്തതിനെ 2 ആണും പെണ്ണുമായി കയറ്റുമ്പോൾ ശുദ്ധിയുള്ളതിനെ 7 കയറ്റുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. ദൈവത്തിനറിയാം, വെള്ളപ്പൊക്കത്തിന് ശേഷം ശൂന്യമായ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നോഹയ്ക്ക് യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുവാൻ പഴയ നിയമ ചട്ടപ്രകാരം ഒരു ശുദ്ധിയുള്ള യാഗമൃഗം അത്യാവശ്യമാണ്. അന്ന് യാഗമൃഗമില്ലാത്തത് കൊണ്ട് നോഹയുടെ യാഗം മുടങ്ങാതിരിക്കാൻ ആദ്യമേ തന്നെ ദൈവം പറയുന്നു, ശുദ്ധിയില്ലാത്തതിനെ 2 എടുക്കുമ്പോൾ ശുദ്ധിയുള്ളതിനെ 7 എടുത്തുകൊള്ളുക. ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ചില ഇടപാടുകൾ, ചില അരിത്തമെറ്റിക്, ചില മാത്തമാറ്റിക്സ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുകയില്ല. എന്നാൽ ഇവിടെ ഒന്നും ചോദ്യം ചെയ്യാതെ 2 എടുക്കാൻ പറഞ്ഞപ്പോൾ 2ഉം, ശുദ്ധിയുള്ളതിന് 7 എടുക്കാൻ പറഞ്ഞപ്പോൾ 7നെയും പരിപൂർണമായി അനുസരിക്കുന്ന നോഹയാണ് കാണുന്നത്. ദൈവം മുൻകൂട്ടി കണ്ടിരുന്നു നോഹയുടെ നന്ദിയുള്ള ഹൃദയം. നമ്മുടെ ജീവിതയാത്രയിൽ നടത്തിയ ദൈവത്തെ നാം ദിനം തോറും നിമിഷം തോറും ഓർക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഇവിടെ 20-ാം വാക്യത്തിൽ ഈ നോഹ യഹോവയ്ക്ക് 8:20 ഒരു യാഗപീഠം പണിത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പറവകളിൽ നിന്നും ചിലതെടുത്തു യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ ലോകത്തിന് ആ മൊത്തമായിട്ടുള്ള അതിപ്രധാനമായ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തവും ഒരു തീരുമാനവും സൗരഭ്യവാസന മണത്തപ്പോൾ പുറത്തു വരുന്നു. അവിടെ ഈ യാഗമൃഗം ചുട്ടുകരിയുന്ന മണം കേൾക്കുവാൻ ആർത്തിയുള്ളവനാണോ നമ്മുടെ ദൈവം? ആ മണമാണോ ദൈവത്തെ ഇത്രയധികം ഉത്തേജിപ്പിച്ചത്? ഒരിക്കലുമല്ല. സ്വർഗത്തിലെത്തിയത് കത്തിക്കരിഞ്ഞ യാഗമൃഗത്തിൻ്റെ സൗരഭ്യവാസനയാണെങ്കിലും അവിടെ നിന്ന് നോക്കിയ ദൈവം കണ്ടത് മുഴങ്കാൽ മടക്കി വന്ന വഴികൾ ഓർത്തുകൊണ്ട് നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് ദൈവം കാണുന്നത്. നോഹയും ഭാര്യയും 3 പുത്രന്മാരും 3 പുത്രിമാർ മരുമക്കളും ആ യാഗപീഠത്തിന് ചുറ്റും മുട്ടുമടക്കി തങ്ങളുടെ ഒന്നുമില്ലാത്ത കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യാഗപീഠത്തിന് ചുറ്റും നന്ദിയോടെ നിൽത്തപ്പോൾ ദൈവം മണത്തത് ആ യാഗത്തിൻ്റെ പിറകിലുള്ള നോഹയുടെ മനോഭാവത്തെയാണ്, അല്ലാതെ ആ മൃഗത്തിൻ്റെ സൗരഭ്യവാസനയല്ല. ആ മൃഗത്തിൻ്റെ സൗരഭ്യവാസന ഇവിടെ ഒരു ഉപമയായിട്ട്, ഒരു മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നോഹയുടെയും കുടുംബത്തിൻ്റെയും യാഗം ദൈവത്തെ എത്രമാത്രം സന്തോഷിപ്പിച്ചു. അവരുടെ നന്ദിയുള്ള ഹൃദയത്തെ നാം ഓർക്കുക. ആകുല ചിന്തയിലേക്കാണ് നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങുന്നത്. എല്ലാം തുടച്ചു മാറ്റപ്പെട്ടു, എല്ലാം പോയി, വീട് പോയി, വസ്തുവകകൾ പോയി, എല്ലാം പോയി. ഇനി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തനിക്ക് വേണ്ടി കരുതുന്നതിന് മുമ്പ്, തനിക്കൊരിടം ഉണ്ടാക്കുന്നതിന് മുമ്പ്, തനിക്ക് ചിലതൊക്കെ വെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ്, തൻ്റെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുന്നതിന് മുമ്പ്, തൻ്റെ കൂടെയുള്ള യൗവനക്കാരായ പെൺമക്കളെ ഒന്ന് സുരക്ഷിതമാക്കുന്നതിന് മുമ്പ് യഹോവയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത നോഹയുടെ ജീവിത മാതൃക നമുക്കും അനുകരിക്കാവുന്നതാണ്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. എന്നാൽ ഇന്ന് പുതിയ നിയമ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്ക് മൃഗത്തെ കൊണ്ട് സൗരഭ്യവാസന കൊടുക്കണ്ട, ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി യഹോവയ്ക്ക് സമർപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. യാഗപീഠത്തിൽ ഒരു യാഗമൃഗത്തെ പോലെ ബുദ്ധിയുള്ള ആരാധന കൊടുക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് പറയുന്നു. നാം മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചാൽ മാത്രമേ ഇപ്രകാരമുള്ള ഒരു യാഗവസ്തുവായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകേണ്ടവരാണ്. നാം പോകുന്ന എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സൗരഭ്യം പുറം ലോകത്തിന് കൊടുക്കുന്നവരായി തീരണം. ആ വചനം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. അതിന് 15-ാം വാക്യം, 2 കൊരിന്ത്യർ 2:15, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. നാം എല്ലായിടത്തും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകണം. യേശു ക്രിസ്തുവിൻ്റെ
വാസന പടർത്തുന്നവരായി ജീവിക്കുവാനായിട്ടാണ് നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. ആ വാസനയിലൂടെ അനേകർ ജീവനിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവമോടെ പറയുന്നുണ്ട്, നശിച്ചു പോകുന്നവരുടെ ഇടയിലും ജീവിക്കുന്നവരുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആയിത്തീരും. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജമാക്കിയെടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു.